യേശുവേ നോക്കി ജീവിപ്പാൻ ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. യേശുവേ നോക്കി ജീവിപ്പാൻ ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. ഉറപ്പിക്കെന്നെ എൻ നാഥ, നിറയ്ക്ക എന്നെ ശുദ്ധാത്മാ, ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ പ്രഭാതത്തിൽ നിങ്ങളോടൊപ്പമായിരിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധനായ ദൈവം എന്നെയും സഹായിച്ചു. നമ്മുടെ ഇന്നത്തെ പ്രഭാത ജാഗരണത്തിനായി നമുക്ക് ലഭിച്ചിരിക്കുന്നതായ വിഷയം സന്തോഷത്തിൻ്റെ ഉറവിടമായി ജോലി. അതിനായി നമുക്ക് നൽകിയിരിക്കുന്നതായ ബൈബിൾ വചനം ഉൽപ്പത്തി 2:15. യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെ ആക്കി. ഈ തിരുവചനങ്ങളാൽ ദൈവം ഇന്ന് പകൽക്കാലം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് കർത്താവിന്റെ ജനത്തെ ചേർത്ത് നടത്തുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. ആദമിനെ കൂട്ടിക്കൊണ്ടുപോയതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. നാം ഈ ലോകത്തിൽ നോക്കാമെങ്കിൽ രാജ്യങ്ങളുടെ ഭരണകർത്താക്കൾ അവർക്ക് ഭരിക്കേണ്ടുന്നതായ ചട്ടക്കൂടുകൾ, നിയമസംഹിതകൾ, ഇതെല്ലാം ഓരോ രാജ്യത്തിലും ഭരണകൂടത്തിൽ നിലനിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ പരിശുദ്ധനായ ദൈവം ലോകത്തെയും ആകാശത്തെയും അതിലുള്ളതായ സകലത്തെയും സൃഷ്ടിക്കുകയും മനുഷ്യനെ കർത്താവിന്റെ ഭരണത്തിന് കീഴിൽ ആക്കുകയും ഒരു നിയമം അവന് നൽകിക്കൊണ്ട് കർത്താവ് ഭരിക്കുന്നതായ ഒരു മനുഷ്യനായി കർത്താവ് കാണുവാനാണ് ആഗ്രഹിച്ചത്. എന്നാൽ നാം നോക്കുമ്പോൾ അതിൽ നിന്ന് മാറിപ്പോകുന്നതായിട്ടുള്ളതായ ഒരു സാഹചര്യം നമുക്ക് കാണുവാൻ സാധിക്കും. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ സ്വതന്ത്രനായി സൃഷ്ടിച്ചു. അവന് സ്വതന്ത്രമായ ഒരു തിരഞ്ഞെടുപ്പ് അവന് കൊടുത്തു. സ്വതന്ത്ര തിരഞ്ഞെടുപ്പ് അവന് കൊടുത്ത് അവനെ അപ്രകാരം സൃഷ്ടിച്ചിരിക്കുമ്പോൾ ആ സ്വതന്ത്ര തിരഞ്ഞെടുപ്പിനെ അവൻ ദുർവിനിയോഗം ചെയ്തതായി കാണുവാൻ സാധിക്കും. ഇവിടെ അപ്രകാരം നാം നോക്കുമ്പോൾ അവന്റെ ആ സ്വതന്ത്ര തിരഞ്ഞെടുപ്പിനെ അവൻ ഇല്ലാതാക്കുകയും ദൈവത്തിന് വിരോധമായി പ്രവർത്തിക്കേണ്ടതായ ദൈവത്തിന്റെ കൽപ്പനകളെ എതിർക്കുന്നതായ ഒരു അവസ്ഥയിലേക്ക് അവൻ മാറിപ്പോകേണ്ടത് വരുന്നുണ്ട്. അവൻ ആ പഴം ഭക്ഷിക്കുന്നതായ സമയത്ത് ദൈവത്തിന് അവൻ്റെ കരത്തെ പിടിച്ചുകൊണ്ട്, ആദമിൻ്റെ കരത്തെ പിടിച്ചുകൊണ്ട് പറയാം ഇത് ഭക്ഷിക്കരുത് എന്നുള്ളത്. പക്ഷേ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു സ്വതന്ത്ര ചുമതല അവന് കൊടുത്തിട്ടുള്ളത് കൊണ്ട് അവന് തിരഞ്ഞെടുക്കാം ദൈവത്തെ അനുസരിക്കണമോ വേണ്ടയോ എന്നുള്ളത്. ഇവിടെ ദൈവം ആരെയും നിർബന്ധിച്ചുകൊണ്ട് ദൈവഭാഗത്തേക്ക് ദൈവത്തിൻ്റെ നിയമത്തെ അനുസരിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. യഥാർത്ഥ സന്തോഷം എന്ന് പറയുന്നത് ആഡംബരത്തിലും അതുപോലെ തന്നെ അഹംഭാവത്തിലും ഉള്ളതായിരിക്കരുത്. പിന്നെയോ മനുഷ്യൻ എപ്പോഴും താഴ്മയുള്ളവനായി ദൈവസന്നിധിയിൽ കർത്താവിനെ അംഗീകരിക്കുന്നവനായി ആയിരിക്കണം എന്നുള്ളതാണ് പരിശുദ്ധനായ ദൈവം ആഗ്രഹിക്കുന്നത്. സങ്കീർത്തനം 37:27 പറയുന്നു, ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക, എന്നാൽ നീ സദാകാലം സുഖമായി വസിക്കും. ഇന്ന് ഈ പ്രഭാതം മുതൽ പ്രദോഷം വരെയും പരിശുദ്ധനായ ദൈവത്തോടൊപ്പം ആദമിനെ കൂട്ടിക്കൊണ്ടുപോയി ആ തോട്ടത്തിലാക്കിയിട്ട് പറയുന്നു, അത് കാപ്പാനും അത് വേല ചെയ്യുവാനും സൂക്ഷിക്കുവാനും തക്കവണ്ണം അവനെ ഏൽപ്പിച്ചു വന്നു. ഇന്നും അതുപോലെ തന്നെ ഈ പ്രഭാതം മുതൽ ഇന്നേ ദിവസം മുഴുവനുമായിട്ട് ദൈവത്തോടൊപ്പം നടന്നുകൊണ്ട് ദൈവം നമുക്ക് നൽകുന്നതായ സകല പ്രയത്നങ്ങളും അത് കർത്താവിലൂടെ ചെയ്യുവാനും കർത്താവിൻ്റെ ഹിതം അനുസരിച്ചുകൊണ്ട് നാം ചെയ്യുവാനും തക്കവണ്ണം പരിശുദ്ധനായ ദൈവം നമ്മെ ഓരോരുത്തരെയും ഒരുക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സമയം നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും നാഥനായിരിക്കുന്ന അത്യുന്നതനായ ദൈവമേ, അങ്ങേക്ക്
അങ്ങേക്ക് സ്തോത്രം. ഈ നല്ല ദിവസത്തിന്റെ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ പാദപീഠത്തിലായിരിക്കുന്നു. കർത്താവെ, ഇന്നേ ദിവസം ഈ പ്രഭാതം മുതൽ അങ്ങയുടെ കൃപയും അങ്ങയുടെ സാന്നിധ്യവും അങ്ങയുടെ മക്കളായ ഞങ്ങളോടും ഓരോരുത്തരോടും കൂടെ ഇരിക്കട്ടെ. പരിശുദ്ധനായ കർത്താവെ, അങ്ങ് ഞങ്ങളെ ബലപ്പെടുത്തും. അങ്ങയോടൊപ്പം നടന്നുകൊണ്ട് അങ്ങയുടെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ദൈവം കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. പരിശുദ്ധ പിതാവേ, ആമേൻ.